പുഷ് ചെയ്ത് നോക്കാം. ഫ്രണ്ടിൽ ഒരു ആക്റ്റീവ് കമോൺ. ഇപ്പോൾ 2 ലിറ്റർ അടിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ച് പുറത്തോട്ട് തള്ളുമായിരുന്നു ഫ്യൂല്. കാരണം ആ ഒരു ഫ്യൂല് പോകുന്ന ഒരു പാസേജ് വളരെ കുഞ്ഞതായിരുന്നു. അൺഈവൻ ആയിട്ടുള്ള റോഡിലോട്ട് കയറുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിൾ ഫീൽ, നല്ല ബാലൻസ്ഡ് ഫീൽ തരുന്ന ഒരു സസ്പെൻഷനാണ്. എനിക്ക് 5 കിലോയുടെ ആട്ടയുടെ സാധനം അതിനകത്തിരിക്കും, 5 കിലോയുടെ അരിയുടെ സാധനം വേണമെങ്കിലും ഇതിനകത്തിരിക്കും. പിന്നെയും സാധനങ്ങൾ വെക്കാൻ സ്ഥലമുണ്ട്. പൊട്ടിത്തെറിച്ചോ? 6 ഉണ്ട് പൊട്ടിത്തെറിച്ചായിട്ട് നീ കേട്ടിട്ടോ? ചുമ്മാ ആണോ? ഒരു TVS ബജാജ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ മറ്റേ കപ്പലിൻ്റെ കൂട്ടായിരിക്കുന്ന കടയൊന്നുമല്ല. അവർ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, കോടികളുടെ ടേൺ ഓവർ ഉള്ളത്. എന്തോ ഇതിനകത്ത് കുറേ മോട്ടറൊക്കെ വെച്ചെന്ന് കേട്ട് ഇറക്കിയല്ലോ. ഒന്നുമില്ല, ഇപ്പോൾ എല്ലാവരും കാണിക്കുന്ന പരിപാടി തന്നെ. മറ്റേ ഇൻഡിക്കേറ്റർ സ്റ്റാർട്ടർ ജനറേറ്റർ വെച്ചു. ഇപ്പോൾ സൈലൻറ്റ് സ്റ്റാർട്ട് വരുന്നുണ്ട്, 1 ടച്ച് സ്റ്റാർട്ട് വരുന്നുണ്ട്. അതിനെല്ലാം ഉപരി ഇവർ പറയുന്ന ആ ഒരു ഐഗോ അസിസ്റ്റ്, അതായത് മോട്ടർ ഒരു അസിസ്റ്റ് കൊടുക്കും എഞ്ചിന്. അതായത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുമോ പവറിൽ ഇപ്പോൾ ഇങ്ങനെ മറ്റേ നൈട്രോസ്റ്റോ ഒരു പഞ്ച്, അതൊന്നുമില്ല ആക്ച്വലി. അതുണ്ട്. ഹൈബ്രിഡ് കൂട്ടാണോ? സെയിം. ഇത് 125cc ആണ്, അത് 150cc ആണെന്നുള്ളതേ ഉള്ളൂ. എനിക്കിത് എവിടെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നീ സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പോഴല്ലോ, സ്ട്രെയിറ്റ് റോഡിൽ നീ ഇങ്ങനെ പോവാണ്, വേറെ സ്കൂട്ടറിനെ അല്ലെങ്കിൽ വേറൊരു കാറിനൊക്കെ പെട്ടെന്ന് ഓട്ടേക്കണം കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വണ്ടിക്ക് ഓൾറെഡി നല്ല പഞ്ചുണ്ട്. ഈ സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നല്ല ടോർക്ക് തരുന്നൊരു 125 എഞ്ചിനാണ്. അപ്പം അതിൻ്റെ കൂടെ നിനക്കൊരു ചെറിയ അഡീഷണൽ പഞ്ച് കൂടെ കിട്ടും. വളരെ ചെറുതായി ഉള്ളൂ. നീ അത് മനസ്സിലാക്കാനും വേണ്ടി നിനക്ക് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഗുണം എവിടെയാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ മൈലേജ് ഉള്ള ആ ഒരു ഇൻക്രീസ് ആണ്. അതായത് എൻജിൻ ലോഡ് കുറച്ച് ആ ബാറ്ററി അങ്ങ് എടുക്കും. ബാറ്ററി മീൻസ് ആ മോട്ടർ അസിസ്റ്റ് ചെയ്യും. അപ്പം നീ അത്രയും ഫ്യൂല് കത്തിക്കേണ്ടി വരത്തില്ല ആ ഒരു സിമിലർ പവർ വേണ്ടിയിട്ട്. മാത്രമല്ല പവറിൽ നിനക്കൊരു പവറിലല്ല ടോർക്കിൽ നിനക്കൊരു 0.6 Nm ഇൻക്രീസ് ഉണ്ട്. നോർമലി ഇത് 10.5 Nm ടോർക്ക് തരുമെങ്കിൽ ഈ അസിസ്റ്റോട് വരുമ്പോഴത്തേക്ക് 11.2 സംതിങ് അടുത്തേക്ക്. നല്ല വ്യത്യാസം. 0.6 or 8 Nm വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എൻജിനെ അത് ഫ്യൂൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളേ ഉള്ളൂ. സോ നമ്മൾ 2 പേരെ വെച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. സഖീഷുണ്ട്, ഞാനും ഉണ്ട്. അതിന് ഏകദേശം ഒരു, നിനക്ക് എത്ര വെയിറ്റ് ഉണ്ട്? 80? എനിക്കൊരു 66 ഉണ്ട് ഗൈസ്. 80, 66 നിങ്ങൾ കൂട്ടി നോക്കിയോ. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് വണ്ടിയിൽ. അത്യാവശ്യം നന്നായിട്ട് വണ്ടി വലിക്കുന്നുണ്ട്. ഈ ടാക്കോമീറ്റർ ഉള്ളത് നൈസാണ് കേട്ടോ. നമുക്ക് വണ്ടി എന്തോരം എൻജിൻ സ്ട്രെസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് RPM നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്തേക്ക് ഏത് RPM വണ്ടി സെറ്റിലാവുന്നതെന്നുള്ളതൊക്കെ അറിയാനായിട്ട് അത് നൈസായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൽ വരുന്ന ഒരു ഫീച്ചറാണ് ഈ അസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അസിസ്റ്റ് നമുക്ക് അങ്ങനെ വലിയൊരു പഞ്ചായിട്ട് ഓടിക്കുമ്പം അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തില്ലെന്നുണ്ടെങ്കിലും മൈലേജിലായിരിക്കും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അസിസ്റ്റ് ഫുള്ളാണ്. ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ മിന്നി കാണിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊടുത്താൽ വണ്ടി നല്ലൊരു എഫേർട്ട്ലെസ് ആയിട്ട് കയറി പോകുന്നതാണ് TVS അവകാശപ്പെടുന്നത്. പക്ഷേ ഇങ്ങനത്തെ കയറ്റങ്ങളൊക്കെ ഇതുപോലത്തെ ലോഡും വെച്ചുകൊണ്ട് നമുക്കത് അധികം ഫീൽ ചെയ്യില്ല. പക്ഷേ കുറച്ചുകൂടെ നിരപ്പാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്ത് ആണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഫുള്ള് തിരിച്ച് പിടിക്കുമ്പോഴും എനിക്ക് എങ്ങും തന്നെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള റോഡുകളിൽ കൂടെ നല്ല ഫീഡ്ബാക്ക് തരുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അത് ടയറിൻ്റെ ഗ്രിപ്പ് നമ്മൾ എന്തോരം ലീൻ ഇടുന്നുണ്ട്, നമ്മുടെ ഒരു ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ടയറിന് എന്തോരം ഗ്രിപ്പ് വരുന്നുണ്ടെന്നുള്ളതൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള അൺഈവൻ ആയിട്ടുള്ള റോഡിലോട്ട് കയറുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിൾ ഫീൽ, നല്ല ബാലൻസ്ഡ് ഫീൽ തരുന്ന ഒരു സസ്പെൻഷനാണ്. അല്ല ഈ സ്പീഡ്സിലൊക്കെ തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. എങ്ങും നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. സസ്പെൻഷൻ അത്യാവശ്യം നന്നായിട്ട് ഈ അൺഈവൻനെസ് ഒക്കെ അങ്ങ് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുള്ള ഗട്ടർ റോഡുകളിൽ കൂടെ പോയാലും നമുക്ക് വലിയ ഒരു അടിപ്പ് തെറിപ്പൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് നല്ല പരന്ന റോഡ് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഫ്രണ്ടിൽ ഒരു ആക്റ്റീവ് കമോൺ. യെസ്. ഓക്കെ, ഇനി വെച്ചാൽ സ്ട്രെയിറ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് കൊടുത്ത് നോക്കാം. ഞാൻ ഫുള്ള് തിരിച്ച് പിടിച്ചേക്കാം. ആ ടൈം എടുത്തേ ബിൽഡ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ 125 സീരീസ് സ്കൂട്ടർ ആയതുകൊണ്ട്. പക്ഷേ സ്പീഡ് നൈസായിട്ട് കയറുന്നുണ്ട്. ഇതുണ്ടല്ലേ 70-ലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റിലാക്സ്ഡ് ആണ് വണ്ടി. ബ്രേക്ക് നൈസ് ബ്രേക്സാണ്. പക്ഷേ നിങ്ങൾക്ക് 60 കിലോമീറ്ററിൽ സുഖമാണ്. ഇക്കോ മോഡിൽ 60 ഇട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു 6000 RPM താഴെ മാത്രമേ എഞ്ചിൻ നിൽക്കുന്നുള്ളൂ. സോ നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്രൂസിങ് സ്പീഡ് വേണം. അത് ഇനി അതല്ല നിങ്ങൾ ഹൈവേ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 70 അബോവ് പോകണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. 80 ഒക്കെ റീച്ച് ചെയ്യാൻ ചില ടൈം എടുക്കും, 2 പേരെ വെച്ചാൽ. പക്ഷേ കയറി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോളും. കണ്ടല്ലേ, 6000 RPM നമ്മൾ 70 km/h പോകുന്നത്. വളരെ എഫേർട്ട്ലെസ് ആണ് വണ്ടി. പക്ഷേ പവർ മോഡിലാണ് പോകുന്നത്. നമ്മൾ പവർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്.
ഇക്കണോമി മോഡിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ്സിൽ പോകാൻ പറ്റില്ല. ഒരു 60-65 ആയിരിക്കും ഇക്കണോമി. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പേഴ്സണായിട്ട് പോകുമ്പോഴും വണ്ടിക്ക് അത്രയും ലോഡ് കുറവായതുകൊണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ ഹയർ സ്പീഡ്സിലും പോകാൻ പറ്റും. 2 പേരെ വെച്ച് നിങ്ങൾ അത്യാവശ്യം പുഷ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പവർ മോഡിലായിരിക്കും കൂടുതൽ നേരം ഓടാൻ പോകുന്നത്. പക്ഷേ രസമാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ. നല്ല സ്മൂത്താണ്. ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. നമ്മൾ ചിന്തിക്കുന്നിടത്ത് തന്നെ വണ്ടി നിൽക്കും. വോബിളിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. മൊത്തത്തിൽ ഓടിക്കാൻ നല്ല രസവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്, ഒരു സ്കൂട്ടറാണ്. ഇപ്പോൾ 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടുണ്ട് 2 പേർക്കും. വേണമെന്നുണ്ടെങ്കിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതുപോലെയാണ് സീറ്റിൻ്റെ നീളമൊക്കെ വരുന്നത്. പക്ഷേ അത് ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്തുവിടാം. ഓൾമോസ്റ്റ് ഇവരുടെ ഈ 125 ലൈനപ്പ് മൊത്തം അവർ അത് ടോട്ടലി പുത്തൻ വണ്ടി. പുത്തനായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നത് ഈ വണ്ടിക്കകത്ത്. ഇത് പുത്തൻ വണ്ടിയാണ്. അതായത് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞ വേരിയൻ്റാണിത്. അത് ഡ്യുവൽ ടോൺ കളറിംഗ് ആണ് നിനക്ക് കിട്ടിയത്. എക്സ്റ്റേണൽ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും നിനക്ക് ഡാഷ്ബോർഡ് നോക്കി തന്നെ കാണാം. ഒരു ഐവറി കളർ പ്ലസ് ഈ ബോഡി പാനലിൻ്റെ കളറും പ്ലസ് ഒരു ബ്രൗൺ ഫിനിഷിംഗ്. അപ്പോൾ കുറേ കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ സാധനം ഉള്ളതാണ് കൂടെ. ഈ സാധനം ഇതിൻ്റെ കൂടെ ഉള്ള ഈ സാധനം ഇതിനും ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഇതല്ല ടോപ്പ്. ഇത് ടോപ്പിന് തൊട്ട് താഴെയുള്ളതാണ്. ടോപ്പ് ഒരെണ്ണമുണ്ട്. അത് മറ്റേ ഡിസ്പ്ലേ വരുന്നത് സ്മാർട്ട് എക്സ് കണക്ട് ചെയ്ത് എക്സ്ടി എക്സ്ട്രാ ടെക്നോളജി ഡോർക്ക് എക്സ്ടി പോലെ ജൂപ്പിറ്ററിന്റെ എക്സ്ടി വരുന്നുണ്ട്. അതിൽ മറ്റേ നമുക്ക് TFT ഡിസ്പ്ലേയും മറ്റേ സാധനമൊക്കെ വരുന്നുണ്ട്. ക്രിക്കറ്റ് സ്കോറും. അവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര മോഡലാണ് ഉള്ളത്? ജൂപ്പിറ്റർ ഇപ്പം 125 4 മോഡൽ വരുന്നുണ്ട്. ഇതും ഇതാണ് ഇത്രയും മോഡലായിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത്. എന്നാ വ്യത്യാസം? ഡ്രംബ് ഫസ്റ്റ് ഡ്രമ്മാണ്. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് ഒന്നുമല്ല, സാധാ അലോയ്യ. ഓക്കെ. പിന്നെ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് നോർമൽ പാനൽസ് ആണ്, ക്രോം അല്ല വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ മീറ്റർ കൺസോളിനകത്താണ് സാധാരണ അനലോഗും ഡിജിറ്റലും കൂടെ വരുന്ന മീറ്റർ കൺസോളാണ് ഈ ടൈപ്പ്. പിന്നെ വരുന്നത് ബാക്കിൽ നമുക്ക് ബാക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ ടെയിൽ ലാമ്പിനകത്ത് കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ള അത് കഴിഞ്ഞുള്ള മോഡലാണ് ഈ സാധനം ഡിസ്ക്. ഇതിൽ വരുമ്പോഴേക്ക് നിനക്ക് പെറ്റൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയിലാണ് വരുന്നത്. കണ്ടോ? അതുപോലെ ബോഡി പാനൽസിൽ ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ ക്രോം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ DRL വരുന്നുണ്ട്. സൈഡിൽ ഇവിടെ ക്രോം ഉണ്ട്. ബാക്ക് റെസ്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ടെയിൽ ലാമ്പിൽ നമുക്ക് കുറച്ച് ക്രോമിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസിന് അങ്ങനെ നമുക്ക് അധികം കിട്ടത്തില്ല. അതുപോലെ തന്നെ ബേസിന് നമുക്ക് USB ചാർജിങ് പോർട്ടും വരുന്നില്ല. ഇതിന് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് മോഡൽ വരും. എന്നാൽ തേർഡ് മോഡലാണ് ഞാൻ ഈ പറഞ്ഞു കിടക്കുന്ന. ഞാൻ TVS ഷോറൂമിൽ ആരാണ്ട് സ്റ്റാഫാണ്. അത് കഴിഞ്ഞുള്ളതാണ് ഈ സാധനം. ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അവർ ചെയ്തത്. നമ്മുടെ ടോപ്പ് മോഡൽ ഇല്ല ഇതല്ല ടോപ്പ് മോഡൽ. ഇത് ടോപ്പ് മോഡലിന് തൊട്ട് താഴെയുള്ളതാണ്. ഡ്യുവൽ ടോണ് സ്മാർട്ട് എക്സ് കണക്ട് അല്ല. ഇതിനകത്ത് റൈഡറിനകത്തൊക്കെ ഉള്ള പോലെ ഉണ്ടാകുന്ന ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. ഇത് സ്മാർട്ട് എക്സ് കണക്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ടു MD, ആവറേജ് മൈലേജ്, പിന്നെ ഈ കോള്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട് ഇതിനകത്ത്. ടോപ്പിന് തൊട്ടുള്ളത് ഇതാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് വരുന്നത് TFT കൂടെ വരുന്ന ഡിസ്പ്ലേയാണ്. സ്പ്ലിറ്റ് ഡിസ്പ്ലേ ആണ്. ഡിജിറ്റൽ ഡോട്ട് മെട്രിക്സും TFT കൂടെ വരുന്ന ഒരു ഡിസ്പ്ലേ. എൻഡോർഗിൻ്റെ XT വരുന്ന പോലെയുള്ള ആ ഒരു XT വേരിയൻ്റ് ആണ് ഈ വരുന്നത്. അതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ മീറ്ററിന് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ നമ്മുടെ ഡിസ്ക് വേരിയൻറ്റിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ഉണ്ടല്ലോ, ആ വേരിയൻ്റാണ്. ഫുള്ള് ബ്ലാക്ക് കളർ. അത് ഒത്തിരി ഡിമാൻഡുള്ളതായതുകൊണ്ട് അവർ ആ ബ്ലാക്കിൽ ഇറക്കിയേക്കുന്നതാണ്. ഓക്കെ. ഐഗോ അസിസ്റ്റ് ഉണ്ടോ? ഇതിന് ഐഗോ അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ഇൻ്റലിഗോ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ്റലിഗോന്നേ കൊടുത്തിട്ടുള്ളൂ. ഐഗോയും അവർ ഹൈബ്രിഡ് പരിപാടിയും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് TVS അവരുടെ സൈറ്റിലൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ 4 മോഡൽ, ടോട്ടൽ 4 വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോളോ മീ ലാമ്പ് ഒന്നും വരുന്നില്ല. അതുപോലെ ഇതിനകത്ത് ഹസാർഡ് ഫംഗ്ഷനും വരുന്നില്ല. 4 ഇൻഡിക്കേറ്ററുകളൊന്നും കത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇതിനകത്തും ഇല്ല, ഡിസ്കിനകത്തും ഇല്ല. ബേസ് 2 വേരിയൻറ്റിനകത്തില്ല. ടോപ്പ് 2 വേരിയൻറ്റിനകത്ത് ആ ഒരു ഫീച്ചറൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്തോ? മോട്ടർ കൊടുത്തത് ഒരു വ്യത്യാസം. മീറ്റർ കൺസോൾ, പുതിയ മീറ്റർ കൺസോൾ നമ്മുടെ റൈഡറിലൊക്കെ ഇരിക്കുന്ന തരത്തിലുള്ള ബൈക്കിന്റെ മീറ്റർ LCD മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിനക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു MD, ടേൺ ബൈ ടേൺ നാവിഗേഷന്, പിന്നെ ഈ അസിസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചു തരും. മൊത്തത്തിൽ ഒരു വൃത്തിയുള്ള മീറ്ററാണ്. കൊള്ളാം സംഭവം. ഈ സ്കൂട്ടേഴ്സിൽ ഇപ്പോൾ കൊടുക്കുന്നതിൽ അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റർ എന്ന് കാണാം. ആക്സസിലെ മീറ്റർ എനിക്ക് എത്ര പിടുത്തമില്ല. കാരണം വലിയ മീറ്റർ ആണെങ്കിൽ കൂടി അതിനകത്ത് ആവശ്യമില്ലാണ്ട് കുറേ സ്പേസും ഇൻഫർമേഷൻസ് ഇത്രയൊന്നും ഇല്ലാത്ത പരിപാടിയൊക്കെ RPM കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര യൂണീക്ക്. അത് പക്ഷേ നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ക്രൂസ് ഇപ്പോൾ ഒരു 70 ക്രൂസ് ചെയ്യണം. നമുക്ക് സൗണ്ട് കേട്ടോ അല്ലെ എഞ്ചിന്റെ ഇത് വെച്ചോ അറിയത്തില്ല ഏത് RPM-ലാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 6000 RPM-നുള്ളിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 80 വരെയൊക്കെ നമുക്ക് പുഷ് ചെയ്യാം. 80-ലൊക്കെ പോയാൽ ഒരു 6000 RPM വണ്ടി നിൽക്കുക. ഇതിന്റെ ടോപ്പ് വേരിയന്റിനുണ്ട് RPM മീറ്റർ ഒക്കെ? ഇല്ല. പിന്നെ ഇതല്ല ഈ മീറ്ററിലേ ഉള്ളൂ RPM മീറ്റർ. ആണ് ഇത് ബൈക്കിന്റെ ആണോ അതിൽ? അപ്പോൾ ഇതല്ല ടോപ്പ് അല്ല.
ആ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇല്ല ആ ഡിസ്പ്ലേ അതിനേക്കാളും കിട്ടില്ല. അത് കാരണം ഒന്ന് TFT ഒന്ന് ഡോട്ട് മെട്രിക്സ് കുറെ കൂടെ കളറും ആനിമേഷൻസ് പരിപാടീസ് എല്ലാം അതിനകത്തുണ്ട്. സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ലോങ് സീറ്റ് 860mm ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 32 ലിറ്ററിന്റെ സ്റ്റോറേജ് അടിച്ച് ഒതുക്കി ഇതിനകത്തിടാം. 2 മറ്റേ സ്കൂട്ടർ ഹെൽമെറ്റ് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അത്യാവശ്യം നല്ല അരി സാധനങ്ങളും, അതായത് എനിക്ക് 5 കിലോയുടെ ആട്ടയുടെ സാധനം ഇതിനകത്തിരിക്കും. 5 കിലോയുടെ അരിയുടെ സാധനം വേണമെങ്കിലും ഇതിനകത്തിരിക്കും. പിന്നെയും സാധനങ്ങൾ വെക്കാൻ സ്ഥലമുണ്ട്. ഇനി ഇത് കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റിന്റെ അടിവശം എന്നാണ് അവർ പറയുന്നത്. അത്ര ഹാർഡല്ല. ലൈക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് അകത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി തരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യൂട്ടിലിറ്റി വൈസ് ഭയങ്കര അടിപൊളിയാണ്. ഇത്രയൊന്നും കാരണം നീ ഇങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് വേറൊരു ഇതില്ലാത്ത പഴയ രീതിക്ക് ഇവിടെ, അതായത് നമ്മൾ ഡെസ്റ്റിനി ഓടിച്ചപ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലായത്. കാരണം ഇതിന്റെ പകുതിയേ ഉള്ളൂ സ്റ്റോറേജ്. നമ്മുടെ ഒരു ചെറിയ ബാഗ് വെച്ചാൽ തന്നെ പരിപാടി കഴിയും. എന്തോ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇതുകൊണ്ട് ആക്റ്റീവയുണ്ട്. അപ്പോൾ ആക്റ്റീവ ഉപയോഗിക്കാനാണെങ്കിൽ അത് ഉപയോഗിച്ച് ശീലമായി. പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ട് ആക്റ്റീവയിലോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്റ്റോറേജ് ഭയങ്കര എപ്പോഴും കൺസേണിങ് ആയിരിക്കും. അയ്യോ സ്റ്റോറേജ് ഇല്ലല്ലോ. ഇതിനകത്തുകൊണ്ട് ഫ്രണ്ടിൽ സ്റ്റോറേജ്, ഫ്രണ്ടിൽ 2 ലിറ്ററിന്റെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മൊബൈൽ മാത്രമല്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇടാം. കവർ തുണി, മൊബൈലോ പേഴ്സോ കാര്യങ്ങളൊന്നും ഇടരുത്. ഇല്ല, ഫോളോ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളൂ. ലൈക്ക് ഞാൻ മൊബൈൽ അങ്ങനെ വെറുതെ ഇടുന്ന ഞാൻ കാരണം ഇതുണ്ടോ ഇതിനകത്ത് USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേ കുത്തിയിട്ട് നീ ഹൈവേ യൂസ് നോക്കിയാ ഹൈവേയിൽ നീ ഇതിട്ടാ കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള തെറിക്കുന്നത് ബമ്പ് ചാടുമ്പോ, എന്നാലും തെറിച്ച് വെളിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നും കുഴപ്പം ഇത് കണ്ടോ. അത് ശരി, സൂക്ഷിച്ചൊക്കെ ഉണ്ടോക്കെ മതി. നമ്മുടെ ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു, നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്തേക്ക് ഇതിന് തള്ളി പുറത്തോട്ട് വരുമായിരുന്നു നേരത്തെ. ഇതിന് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 ലിറ്റർ അടിക്കാൻ പോവാം. വരുന്നില്ല പരിഹരിച്ചു. നേരെ സതീഷിൻ്റെ വണ്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക്, ഇത് ഇപ്പോൾ 2 ലിറ്റർ അടിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ച് പുറത്തോട്ട് തള്ളുമായിരുന്നു ഫ്യൂല്. കാരണം ആ ഒരു ഫ്യൂല് പോകുന്ന ആ ഒരു പാസേജ് വളരെ കുഞ്ഞതായിരുന്നു. എയറിന് തിരിച്ചു തരാനുള്ള ഗ്യാപ്പ് അതിനകത്തില്ല. അതുകൊണ്ട് നേരെ ഫ്യൂൽ തിരിച്ചു തട്ടുമായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിൽ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. നമ്മളിപ്പോൾ 2 ലിറ്റർ പെട്രോളാണ് അടിച്ചത്. ആ 2 ലിറ്റർ അടിച്ചപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. നൈസ്. പിന്നെ ഇവർ പറയുന്നത് ഇവിടുത്തെ ലെഗ് റൂമും സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് എന്നാണ്. ഇഷ്ടംപോലെ സ്പേസ് ആണ്. പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതുണ്ട്, എനിക്ക് ഇത്രയും കൂടെ സ്ഥലം കിടപ്പുണ്ട്. ഞാൻ ഇപ്പം 3 പേരായിട്ട് നമുക്ക് ഇരിക്കണം എന്നുള്ളത്, ഞാൻ ഇറങ്ങിയിരുന്നാലും കണ്ടോ സ്പേസ് ഉണ്ട്. എനിക്ക് കാലും വലിയ സീൻ വരത്തില്ല. ബൂട്ട് ഇട്ടിട്ട് ഞാൻ ഇരിക്കുമ്പോഴും കണ്ടോ എനിക്ക് ഇത്രയും നല്ല സ്പേസ് ഉണ്ട്. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെക്കാം. എനിക്ക് ഇവിടെ വരെ കാല് വേണം ഇറക്കി വെക്കാം. ഇത്രയും വേണമെങ്കിൽ കാല് കയറ്റി. നടുവിനുള്ള ഈ സാധനം എല്ലാം വണ്ടിക്ക് കൊടുക്കണം കേട്ടോ. ഭയങ്കര അതൊക്കെ പ്രീമിയം ഫീച്ചേഴ്സാണ്. കംഫർട്ടാണ് സാധനം. കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ പ്രീമിയം ടച്ചസ്, ഈ ക്രോമൊക്കെ അവിടെ ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 3D ബാഡ്ജിങ് ഉണ്ട്. ടെയിൽ ലാപ്പ് ഒക്കെ കാണാൻ അത്യാവശ്യം നൈസാണ്. പിന്നെ ബാക്ക് ഷോക്ക് നമുക്ക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പ്രിങ്ങിൻ്റെ ഇത് ആരും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഇവരുടെ ഒരു പേറ്റന്റ് ടെക്നോളജി ഈസി സെൻറ്റർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് പെണ്ണുങ്ങൾക്കൊക്കെ ഈ സാധനം നേരെ തിരിച്ച് സ്റ്റാൻഡ് വെക്കാൻ ഭയങ്കര പാടായിരിക്കും. ചിലർ കണ്ടില്ല ഇട്ട് ചവിട്ടി പറിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു സ്പ്രിങ് അസിസ്റ്റ് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ എഫേർട്ട് ഇല്ലാണ്ട് കണ്ടോ ഒരു സൗണ്ട് കേട്ടോ, ക്രിക്കറി. അതൊരു സ്പ്രിങ് അസിസ്റ്റ് ഉണ്ട് അതിനപ്പോൾ. ഇങ്ങോട്ട് വലിക്കുമോ? നിനക്ക് ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു എഫേർട്ട്ലെസ് ആക്കും. ഞാൻ വിചാരിച്ചത് ബോഡി ബാലൻസിങ് ടെക്നോളജി. ബോഡി ബാലൻസിങ് വേറെയാ. ബോഡി ബാലൻസിങ് അവരുടെ ഷാസിയുടെ ഒരു ബാലൻസ് ആണ്. അതായത് വണ്ടി മറിയാതെ എന്നല്ല, മറിയൊക്കെ ചെയ്യുക, ഓടിക്കാൻ അറിയാത്തവർ ഓടിച്ചു. പക്ഷെ നിനക്ക് ബാക്കി സ്കൂട്ടേഴ്സ് ഓടിക്കുന്നതിന് ഇത് കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ഫീൽ തരും. അതാണ് ബോഡി ബാലൻസിങ്. അല്ലാണ്ട് മറ്റേ 2 ചക്രം സൈഡ് വെച്ചുകൊണ്ട് പോകുന്ന പോലെ അത് തന്നെതാനെ ഹൈ സ്പീഡിൽ ഹൈ സ്പീഡിലും ലോ സ്പീഡിലും ഹൈ സ്പീഡിനെക്കാളും ലോ സ്പീഡിലാണ് ആ ബോഡി ബാലൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത്. ഹൈ സ്പീഡിൽ ഏത് വണ്ടിയാണെങ്കിലും ആ മൊമെന്റം കൊണ്ട് അത് സ്റ്റേബിൾ ആയിരിക്കും. ലോ സ്പീഡിലാണ് ആ ബോഡി വെയിറ്റ് ഷിഫ്റ്റ് നമ്മൾ നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് സീൻ വരുന്നില്ല. നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് പ്രോപ്പറായിട്ട്. സർവീസിൻ്റെ കാര്യമൊക്കെ നോക്കി കണ്ടും ജയിപ്പിക്കാന്നുള്ളത്. അതിപ്പോൾ TVSൻ്റെ എനിക്ക് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കി കണ്ടും നല്ല സർവീസ് സ്റ്റേഷനൊക്കെ ഫുള്ളി ഹൈലി ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം മോഡേൺ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം തന്നാലും സർവീസിന്റെ ഭാഗത്തൊരു ലാഗ് വരുമ്പോഴത്തേന് ആൾക്കാർക്ക് അത്ര ടെക്നോളജി എല്ലാം തന്നിട്ട് ഇത് ചെയ്യാൻ അറിയാത്ത ടെക്നീഷ്യന്മാരുള്ളിടത്ത് കൊണ്ട് കൊടുത്താൽ പോകാം. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. രാജ്യത്തെ എല്ലാ സർവീസ് സ്റ്റേഷനും അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. നല്ലടം ഉണ്ട്, നന്നായിട്ട് ചെയ്യുന്നിടം ഉണ്ട്, മോശമായിട്ട് ചെയ്യുന്നിടം ഉണ്ട്. മോശമായിട്ട് ചെയ്യുന്നിടത്താണ് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ എൻ്റയർ ഈ ബ്രാൻഡിനോടുള്ള ഇമേജ് മാറും. നല്ല വണ്ടിയാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് TVS ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സർവീസ് എല്ലായിടത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസ് സാധനമാണ്. കൊടുക്കുന്ന വിലയ്ക്ക് നമുക്ക് പുറത്താണ്. സ്കൂട്ടർ ഒരു 125 cc ഞാൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ കാര്യം എനിക്ക് എന്നും ഈസി ആയിട്ട് എടുത്തിട്ട് പെരുമാറാൻ പറ്റണം. എനിക്ക് കുറേ സാധനം ഇതിനകത്ത് വേണം. അത് കാറും കൊണ്ട് പോയാൽ എനിക്ക് മുതലാകത്തില്ല.
ബൈക്കിൽ പോയി എനിക്ക് ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകാനും പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു സാധനം ഇതാണ്. എനിക്ക് എൻ്റെ തോളയിൽ ഈ കയ്യിൽ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഒരു കൈ വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലാം. ആ ഒരു സാധനം നോക്കിയിട്ട് ഞാനിത് എടുക്കത്തുള്ളൂ. ഇത്ര സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഈ സ്കൂട്ടേഴ്സ് എടുക്കുന്ന ആളുകളെല്ലാം അങ്ങനെ, അല്ലാണ്ട് ആരും സ്കൂട്ടറും കൊണ്ട് എനിക്ക് ട്രാക്കിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ 600 കിലോമീറ്റർ ടൂർ അടിക്കുന്നൊന്നും വേറൊരു സംഭവം, അതായത് ഇപ്പം ഈ ഫ്യൂൽ ഫില്ലിംഗ് പരിപാടി ഇവിടെ വരും, അപ്പോൾ ടാങ്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഫ്ലോർ ബോർഡ് ടാങ്ക് ആണോ അത്? ഫ്ലോർ ബോർഡ്സ് അല്ല, നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ കംഫർട്ട് കുറവല്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അല്ലല്ല, അത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒടിഞ്ഞു പോകുക പരിപാടി? ഒടിഞ്ഞു പോകാൻ ഇതെന്തോ ഉയർക്കൽ കൊണ്ടുണ്ടാക്കിയാണ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടാണ്. ടാങ്ക് പോലെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ആ ഒരു പൊസിഷനിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരപ്പോൾ അതിനനുസരിച്ച് അത് എഞ്ചിനീയർ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ, ചുമ്മാ എടുത്ത് വെക്കത്തില്ല. അപ്പോൾ അത് എന്ത് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുന്നു. കാരണം ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ബാറ്ററി വണ്ടികളിൽ വെച്ച് നോക്കുമ്പോഴത്തേ ഇവിടെ ബാറ്ററി വരുമ്പോഴത്തേന് ആൾക്കാർ ആളെ കൊല്ലിന്നാക്കും. എന്താളെ കൊല്ലുന്നത്? പിന്നെ നമ്മുടെ CNG റിവ്യൂ ചെയ്തപ്പോൾ ഓർമ്മയുണ്ട്, CNG നമ്മൾ എന്നിട്ട് പൊട്ടിത്തെറിച്ചോ? ആരുടെയും ഉണ്ട പൊട്ടിത്തെറിച്ചായിട്ട് നീ കേട്ടിട്ടോ? ഇല്ല, ചുമ്മാ ആണോ? ഒരു TVS ബജാജ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ മറ്റേ കപ്പലിൻ്റെ കൂട്ടായിരിക്കുന്ന കടയൊന്നുമല്ല. അവർ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, കോടികളുടെ ടേൺ ഓവറുള്ളത്. അവരൊരിക്കലും അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ഇടയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാസ്റ്റിംഗ് കേപ്പബിലിറ്റിയോടാണ്. അത് അവൻ്റെ വിവരമില്ലായ്മ എന്നല്ല ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഒരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൈ ഇരിക്കുന്ന ഈ മൊബൈൽ എന്തോരം ഡേഞ്ചറസാ. പിന്നെ അത് ബാറ്ററി അല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ എത്ര എണ്ണം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ മൊബൈൽ വാങ്ങിക്കുന്നില്ലയോ? പുതിയ ഐഫോൺ ഇറങ്ങി ഓടിച്ചെന്ന് വാങ്ങിക്കുക, പുതിയ ഫോൺ ഏതെങ്കിലും ഇറങ്ങി ഓടിച്ചെന്ന് വാങ്ങിക്കുക. അതുപോലെ ഉള്ളൂ. അതൊക്കെ ആവശ്യമില്ലാത്തൊരു കൺസേൺസ് ആണ്. അത് കൺസേൺ ആവാം, പക്ഷേ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക വെറുതെ ഞാൻ പേടിച്ചെന്ന്. കാരണം ഗവൺമെൻറ് ഇങ്ങനൊരു സാധനം ഇവിടെ ഈ മാർക്കറ്റിൽ വിൽക്കണമെന്നത് അപ്രൂവ് ചെയ്യണത് തന്നെ ആദ്യം ഈ സേഫ്റ്റി കാര്യങ്ങളാണ് നോക്കുന്നത് അവർ. അല്ലാണ്ട് ഇതിന് പ്രൈസ് ഉണ്ടോ, ഇതിനകത്ത് മറ്റേ SBT ഉണ്ടോ മറ്റേതുണ്ടോ എന്നൊന്നും അല്ല അവർ നോക്കുന്നത്. സിംഗിൾനെസ് ബ്രേക്കിംഗ് ടെക്നോളജി, അത്രയും ഫീച്ചേഴ്സ് അല്ല ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആളെ പറ്റി ഞാൻ കിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കിക്കറുണ്ടോ? അല്ല, വാങ്ങിക്കത്തില്ല. സ്കൂട്ടർ വാങ്ങിക്കാൻ വരുന്നവരെല്ലാം ആദ്യം നോക്കുന്നത് കിക്കർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ബേസിന് കിക്കർ എടുത്തു, ഇതിന് കിക്കറില്ല. ആൾക്കാരപ്പോൾ ബേസേ പോകത്തുള്ളൂ, ബാക്കി ഫീച്ചേഴ്സ് ഒന്നും അവരവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ OBD 2B എഞ്ചിനാണ് എന്ന് എടുത്ത് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ വിൽക്കുന്ന എല്ലാം OBD 2B വരെ. ഓക്കെ, 2B പിന്നെ ഇറങ്ങി 2B ഒരു ഓട്ടോ സെൻസർ കൂടെ ആഡ് ചെയ്തു, ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, അതിൽ നിന്ന് ഇനി എന്തെങ്കിലും പുറത്തോട്ട് വിടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. മിഷൻസ് അത്രയും സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് അവർ ഇതുപോലൊക്കെ ഓരോ ടൈപ്പ് കാണിച്ചുകൊണ്ടിരിക്കും. ഉടായ്പ അല്ല, അത് വർക്കിംഗ് ആണത്, വണ്ടിയുടെ വർക്കിങ്ങിന് ആവശ്യമുള്ള സാധനമാണ്, എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മറ്റേ വണ്ടി കിട്ടിയപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും മറന്നു പോയത്. വണ്ടി നമുക്ക് വണ്ടി റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് കോട്ടയം TVS ആണ്. കോട്ടയം TVSന് കോട്ടയം ജില്ലയിൽ 6ഓളം ഷോറൂം നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അവർ TVSൻ്റെ ബൈക്സ്, സ്കൂട്ടേഴ്സ്, 2 വീലേഴ്സിൻ്റെ എന്ത് സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിച്ച് നോക്കണം, ടെസ്റ്റ് റൈഡ് ചെയ്യണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, ഫൈനാൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഡ്യുവൽ ടോൺ SXE വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് കോട്ടയം പ്രൈസ് എന്ന് പറയുന്നത് 1,23,177 രൂപയാണ്. അതാണ് അറിഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ താങ്ക് യു.